ഇന്നൊരു കെമിക്കലും ഇല്ലാതെ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ്. നീലയമരി ഒന്നും ഇല്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പലർക്കും നീലയമരി കിട്ടാനില്ല. അപ്പം അതില്ലാതെ വെറ്റില വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ഹെയർ ഡേ ഉണ്ടാക്കുന്നുള്ളത്. സാധാരണ നീലയമരി ഇല്ലാതെ നമ്മൾ ഹെന്ന മാത്രം ചെയ്താൽ മുടി നല്ല ഓറഞ്ച് കളറായിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതുപോലെ ബ്ലാക്ക് കളർ ആവാൻ വേണ്ടി നമ്മൾക്കതിൽ ചേർത്ത് കൊടുക്കുന്നത് സാധാരണയായി ചേർത്ത് കൊടുക്കാറുള്ളത് നീലയമരിയാണ്, അതായത് ഇൻഡിഗോ പൗഡറാണ്. ഇന്ന് അതൊന്നും ഇല്ലാതെ അതിന് പകരം നമ്മൾ വെറ്റില വെച്ചാണ് ചെയ്യുന്നത്. ഇൻഡിഗോ പൗഡർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് എത്രമാത്രം ഒറിജിനലാണെന്ന് നമുക്കറിയില്ല. അതിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എല്ലാവർക്കും സംശയമാണ് കേട്ടോ. പലരും പറയാറുണ്ട് ഞങ്ങൾ ഇൻഡിഗോ പൗഡർ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഭയങ്കര തലച്ചൊറിച്ചിലും ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഉണ്ടെന്ന്. അപ്പം നമുക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് വരാറില്ല. അപ്പോൾ അതായത് ഇൻഡിഗോ പൗഡർ അലർജി ഉള്ളവർക്കും അത് കിട്ടാനില്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ആക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ പാക്കാണിത്. ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് വെറ്റിലയാണ്. ഞാനിവിടെ 2 വെറ്റില എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെറ്റില അധികം കിട്ടുമ്പോൾ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. ഇപ്പോൾ ഇത് വാടിയിട്ടുണ്ട്. വാടിയായാലൊന്നും കുഴപ്പമില്ല, നമുക്ക് 2 എണ്ണം മാത്രമേ ആവശ്യമുള്ളൂ. ഞാനിവിടെ കുറച്ച് മാത്രമേ ഇന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ വെറ്റിലേനെ കുറിച്ച് അറിയാം കേട്ടോ. പണ്ടുള്ളവർ ഈ മുറുക്കുമ്പോഴൊക്കെ അവരുടെ വായിലെ കറ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ കണ്ടത് ഓർമ്മയില്ലേ. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ ഈ വെറ്റില എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം. നന്നായി തന്നെ നമ്മുടെ ഈ കറുപ്പ് കറ മുടിയിൽ പിടിച്ച് നിൽക്കും, കുറേ നാൾ വരെ പിടിച്ച് കിട്ടാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാൻ ഈ ബീട്രൂട്ട് കുറേ കിട്ടുമ്പം എടുത്ത് ഉണക്കി വെക്കാറാണ്. തലേ ദിവസം ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ ഡൈ ഉണ്ടാക്കുന്നതിന് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കണം. ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡൈ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വാങ്ങിയത് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണക്കി വെക്കുന്നത്. അതിൻ്റെ തൊലിയോടുകൂടി കുറച്ച് ഞാൻ എടുത്ത് ഉണക്കി വെക്കും. നമ്മൾ തൊലിയും അതിൻ്റെ അടിയിലുള്ള കുറച്ച് ഭാഗം കൂടി എടുത്ത് ഉണക്കി വെച്ചാൽ മതി. അപ്പോൾ തലേ ദിവസം നമ്മളിതുപോലെ സോക്ക് ചെയ്താൽ അത് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് കുറച്ചെടുത്ത് സോക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ വെറ്റിലയും ചേർത്ത് നല്ല സ്മൂത്തായി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിൽ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അധികം വെള്ളം ചേർത്താൽ ചിലപ്പോൾ അത്രയും സ്മൂത്തായി നമുക്ക് അരഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് ഡിക്കോഷൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി, പിന്നെ വേണ്ടത് കോഫി പൗഡറാണ്. 1 ടേബിൾ സ്പൂണാണ് ഞാൻ കോഫി പൗഡർ ചേർക്കുന്നുള്ളത് ഇവിടെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബ്രൂവോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നോക്കണം കേട്ടോ. ഞാനിവിടെ നെസ്കഫയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവാറുണ്ട് നമ്മളുടെ ഈ ഡിക്കോഷന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാടൻ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഈ 2 ഗ്ലാസ് വെള്ളം കുറുകി ഏകദേശം ഒരു 3/4 ഗ്ലാസ് ആവുന്നത് വരെ മൂടി വെച്ച് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. ഇതിൻ്റെ കറകൾ മുഴുവനും ഇളകി കിട്ടണം. വെറ്റിലയുടെയും ബീട്രൂട്ടിൻ്റെയും ഒക്കെ കളർ നന്നായി ഇളകി കിട്ടണം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നന്നായി വേവിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വേണ്ടത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിയും എടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. നെല്ലിക്കയുടെ സീസണിൽ വാങ്ങി അത് കഴുകിയതിന് ശേഷം നന്നായി ഗ്രേറ്റ് ചെയ്ത് പ്ലേറ്റിൽ നിരത്തി വെച്ച് വെയിലത്ത് വെച്ചാൽ മതി. ഒരു 2-3 ദിവസം കൊണ്ട് നമുക്ക് നന്നായി തന്നെ ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ ഇത് രണ്ടും ഇവിടെ ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളർ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, അധികം കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റി ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഡിക്കോഷനല്ലേ, ഇപ്പോൾ ഇത് കണ്ടോ നല്ല റെഡ് കളറുണ്ട്. നമ്മൾ ആ ബീട്രൂട്ടൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ നല്ല റെഡ് കളർ വരുന്നത്. ബീട്രൂട്ടിൻ്റെയും വെറ്റിലയുടെയും ഒക്കെ ആ കറയും കളറൊക്കെ ഇതിൽ നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെയർ പാക്ക് നന്നായി തന്നെ മുടിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് എത്രമാത്രം കറുത്ത് വരുന്നുണ്ട് എന്നുള്ളത്. ഈ ഹെയർ പാക്ക് കൊണ്ട് നമ്മൾക്ക് മുടി കറുപ്പിക്കുന്നത് മാത്രമല്ല കേട്ടോ, മുടി വളരാനും പിന്നെ തലയിലുണ്ടാകുന്ന ഇച്ചിങ് ഉണ്ടല്ലോ, ഈ ഡാൻഡ്രഫ് മൂലമുള്ള അതൊക്കെ നന്നായി തന്നെ കുറയുന്നുണ്ട്. നമ്മൾ ഈ വെറ്റില ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിനും നല്ലൊരു പരിഹാരം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഹെന്ന പൗഡറും നെല്ലിക്കപ്പൊടിയും എടുത്ത് ആ ഒരു റേഷ്യോ ഒരിക്കലും തെറ്റരുത് കേട്ടോ. അതുപോലെ തന്നെ എടുക്കണം, എന്നാലാണ് നമ്മൾ മുടിക്ക്
കൂടുതൽ കറുപ്പ് ഉണ്ടാവുക. ഇപ്പോൾ ഇതാ ഇത് നന്നായി തന്നെ ഒരു കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇത് ഇനി നാളെയാണ് കേട്ടോ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. സാധാരണ ഞാൻ ചില പാക്കുകളൊക്കെ 2 ദിവസം വെക്കാറുണ്ട്. ഇത് 2 ദിവസം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇനി നാളെ നമ്മൾ എടുത്തിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. തലേ ദിവസം തന്നെ മുടിയിൽ ഷാമ്പൂ ഒക്കെ അപ്ലൈ ചെയ്യണം. പിന്നെ ഇതുപോലെ വേണം നമ്മൾ പരത്തി വെക്കാൻ. കണ്ടോ ഓരോ സൈഡിലേക്ക് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ടാവും പിറ്റേ ദിവസത്തേക്ക്. ഇത് കണ്ടോ, പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തതാണ്. നന്നായി ഇത് ഡ്രൈ ആയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മുട്ട അടിച്ച് ചേർക്കണം. മുട്ട ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലൊരു കണ്ടീഷണറാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഹെന്ന പാക്ക് ഇടുമ്പോൾ മുടി വല്ലാണ്ട് ഡ്രൈ ആവും. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മുട്ട ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് അലോവേര ജെല്ല് ഇതേപോലെ അടിച്ച് ഇതിൽ മിക്സ് ചെയ്യാം. അതായാലും മതി കേട്ടോ. മുട്ട തന്നെ വേണമെന്നില്ല. അലോവേര ജെല്ലുണ്ടായാൽ അതും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങളിത് കണ്ടിട്ട് മുടി കറുക്കുന്നില്ല എന്ന് പറയരുത്. കാരണം നല്ല ബ്രാൻഡ് പൊടി തന്നെ വാങ്ങിക്കണം. വീട്ടിൽ പൊടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഹെന്ന പൗഡറും നീലമരി പൗഡർ ആയാലും എല്ലാം നല്ലതാണെന്നറിയാം. പക്ഷെ വാങ്ങിക്കുമ്പം നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങണം കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. നല്ല ബ്രാൻഡ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വിചാരിച്ചത്ര കളർ കിട്ടില്ല ഒരിക്കലും. അട്ടർ ആയുർവേദൻ്റെ ഹെന്ന പൗഡറും നീലമരി പൗഡറൊക്കെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായി തോന്നിയിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴും അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാലും ഇതാണ് വാങ്ങിക്കാറ്. വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുന്നതാണ്, പൊടിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഞാനിതാ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ച് തേച്ച് കൊടുത്താലും മതി. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഷവർ ക്യാപ്പോ ഇട്ട് മുടി കവർ ചെയ്യണം. കാരണം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇത് ഡ്രൈ ആവാതെ വേണം നമ്മൾ ഈ 3 മണിക്കൂർ വെച്ച് ഇത് നമുക്ക് മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണക്കിയെടുത്ത് കഴുകാറുണ്ട്. കാരണം ഇത് ഉണങ്ങിയതിന് ശേഷം കഴുകാമല്ലോ. അതൊരു തെറ്റായ ശീലമാണ് കേട്ടോ. നമുക്കത് ഒരിക്കലും നമ്മളെ മുടിയിൽ ഈ പാക്ക് പിടിക്കില്ല. ഇപ്പോൾ ഞാൻ കുളിച്ചതിന് ശേഷം ഇല്ലേ എൻ്റെ മുടിയാണിത്. ഇപ്പോൾ എത്രമാത്രം കളർ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ. നേരത്തെ തന്നെ എൻ്റെ മുടി അധികം നരക്കാറില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഈ പാക്ക് ഇടുന്നതുകൊണ്ട് വലുതായി നര വരാറില്ല. പക്ഷെ എന്നാലും ഈ കുറച്ച് നര വരുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പാക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനെപ്പോഴും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെറുതായി നര കാണുമ്പോൾ അവിടെ മാത്രം ഒന്ന് പുരട്ടി കൊടുക്കും. ഫുള്ളായി തന്നെ പുരട്ടാറില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഫുള്ളായി പുരട്ടി കൊടുക്കാറുണ്ട്. അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. ഇപ്പോൾ ഇത് പിറ്റേ ദിവസം ഉണങ്ങിയതിന് ശേഷമുള്ള മുടിയാണ് കേട്ടോ. നമ്മൾക്ക് ഓരോ ദിവസം കഴിയുമ്പോഴാണ് നല്ല കളർ കിട്ടുക മുടിയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.